ആരാണ്? മനസ്സിലായില്ലല്ലോ. ഞാൻ പൗലോസ്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ ജോർജ് പറഞ്ഞിട്ട് വന്നതാണ്. ഓ, അത് ശരി. അകത്തേക്ക് കയറി വരൂ. ഇങ്ങോട്ടിരിക്കൂ. ഞാൻ മുഖവരയായി മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പൗലോസിന് പറഞ്ഞു തരാം. എല്ലാം നന്നായി കേട്ടതിന് ശേഷം പൗലോസ് ഒരു തീരുമാനം എടുത്താൽ മതി. എന്നാൽ അങ്ങനെ ആവട്ടെ സർ. പൗലോസ്, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല പല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ബാങ്കാണ് എല്ലാവർക്കും വിശ്വാസം. ബാങ്കിലേക്ക് ഓരോ ദിവസം കഴിയുന്നതോടും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഒരു പണപ്പെരുപ്പുണ്ട് സാധനങ്ങളുടെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിലും താഴെയാണ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ. 6% കൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ സാധനങ്ങളുടെ വില പണപ്പെരുപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇംഗ്ലീഷിൽ പറയും. അത് 8%, 10%, 12% ഉണ്ട്. ബാങ്കിൽ എത്ര കിട്ടുന്നത്? 6%. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 12 ഒരു ദീർഘകാല ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 12% മേൽ കിട്ടുന്നുണ്ട്. 12 ചിലപ്പോൾ 15 കിട്ടും, 32 കിട്ടുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഇപ്പം കൂടുതലായിട്ട് ആൾക്കാരെ ആകർഷിക്കുകയാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ ജോലി ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മളൊരു 60 വയസ്സൊക്കെ കഴിയുമ്പം ജോലി ഇല്ലാതാകും, നമ്മുടെ ഇൻകം അതോട് നിൽക്കും. പിന്നെ ഇതേ ലൈഫ് സ്റ്റൈൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ഒരു 25,000 30,000 രൂപ ഒരു ഫാമിലിക്ക് വേണം. ഇന്നത്തെ 30 വയസ്സുള്ള വ്യക്തി 60 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവുന്ന സമയത്ത് അന്നത്തെ ഒരു മാസത്തെ ചിലവെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയുടെ മുകളിൽ പോകും. അത് എത്രയാണെന്ന് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്ത് അതിനെന്തുമാത്രം കാശ് ഉണ്ടാക്കണം എന്നുള്ളതും അതിനെത്ര രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് അത് മതിയാകുമോ, ബാക്കി എത്ര രൂപ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഒരു വിദഗ്ധ ടീമാണ് മ്യൂച്വൽ ഫണ്ട്, അതിന് ഫണ്ട് മാനേജർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കൂടെ റിസർച്ച് ടീമുണ്ട്. അവരെല്ലാം കൂടെ ഭംഗിയായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്കിൽ ഓരോ കമ്പനിയുടെ ഷെയറിൽ അവർ പൈസ നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് അത് വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാവിധ സംവിധാനം അവരുടെ ഉണ്ടെന്നുള്ളതാണ്. അന്നേരം നമുക്കൊരു ദീർഘകാലം നോക്കുകയാണെന്നുണ്ട് നമ്മൾ വേറെ എവിടെ കൊണ്ടും ഇട്ടാലും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് ലിക്വിഡിറ്റി വെച്ച് എപ്പം വേണമെങ്കിലും പൈസ എടുക്കാം. അതിന് ലിക്വിഡിറ്റി എന്ന് പറയും. സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സെബി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററി കീഴിലെ റെഗുലേറ്ററി കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പൈസ എപ്പോഴും സേഫ് ആയിരിക്കും. ഇതിനകത്ത് സേഫ്റ്റി ഉണ്ട്, നല്ല റിട്ടേൺ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ട് പുതിയ ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേർ കൂടുതലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ചേരാൻ വളരെ മനസ്സ് കാണിച്ചു വരുന്നു. ശരി, ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്, ഞങ്ങൾ കാണിച്ചിട്ട് ഒന്നുകൂടെ വ്യക്തമാകും കാര്യങ്ങളൊക്കെ. ശരിയാണ്. ആദ്യം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നത് നമ്മൾ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന പോലെയാണ്. അന്നേരം എപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യം വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന്. എന്നാലേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് ഗോൾ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ട്രാവലിംഗ് വിത്തൗട്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന പോലെയാണ്. അച്ചീവ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. ഇവിടെ എന്തെല്ലാം ഫിനാൻഷ്യൽ ഗോൾസ് ഞാൻ കാണിച്ചു തരാം. ആദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർ മൈ റിട്ടയർമെൻറ്റ്. അടുത്തത് ഫോർ മൈ മാരേജ്, ഫോർ മൈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ 2 കുട്ടികളെ കാണില്ല ഒരു ഫാമിലി മിക്കവാറും, അവരുടെ എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മളുടെ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ നീഡ്സ്. ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റും.
നമ്മൾ എന്തുകൊണ്ട് എഫ് ഡി എല്ലാവർക്കും വളരെ വിശ്വാസമുള്ളത് ബാങ്കിലെ എഫ് ഡി ആണല്ലോ. നമ്മൾ എന്തുകൊണ്ട് ഇപ്പം ബാങ്കിൽ എഫ് ഡി ഇടാൻ മടിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. പണപ്പെരുപ്പം, അതിന് ഇൻഫ്ലേഷൻ എന്ന് പറയും. കണ്ടില്ലേ, 1995 പെട്രോളിൻ്റെ വില ഒരു ഫാമിലിക്ക് 5000 രൂപ മതിയായിരുന്നു. 2020 ആകുമ്പോൾ 25,000 രൂപ വേണം. 2045 ആകുമ്പോഴത്തേക്ക് 1,25,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഏകദേശം ജീവിക്കാം. ഈ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ പണപ്പെരുപ്പം. അതുകൊണ്ട് 1990 9 രൂപ 84 പൈസ പെട്രോളിന് വില കിട്ടും. 90 6 രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില. ഇന്നത്ര 1 ലിറ്റർ പെട്രോളിൻ്റെ വില 100 രൂപ മേലായില്ലേ. നമ്മൾ 1990 ആരെങ്കിലും വിശ്വസിക്കുക 2024 ആകുമ്പം പെട്രോളിന് 100 രൂപയുടെ മേലിൽ, 1 ലിറ്റർ പെട്രോൾ 100 രൂപയുടെ മേലിൽ പോകുന്നു. ഈ പെട്രോൾ എന്നൊക്കെ പറയുന്ന സാധനം ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഇത് വീണ്ടും ഉപയോഗിക്കുന്നിടത്തോളം കാലം സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കും. 1990 1 ലക്ഷം രൂപയുടെ ഒരു കയ്യിൽ ഉണ്ടെങ്കിലുണ്ട്. 2020 മൂല്യം 14,336 മാറും. ഇതാണ് പണപ്പെരുപ്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എഫ് ഡി ഇടാത്തതിൻ്റെ വേറൊരു കാരണം നോ റിയൽ റിട്ടേൺ. അത് പറഞ്ഞ് മനസ്സിലാക്കില്ല. ഓരോ വർഷത്തെയും പലിശയുടെ റേറ്റാണ്. ആ വർഷങ്ങളിലുള്ള പണപ്പെരുപ്പത്തിൻ്റെ റേറ്റായി കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് റിയൽ റിട്ടേൺ. റിയൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.3 നമ്മൾ എഫ് ഡി ഇട്ടിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റേറ്റ് 5 കിട്ടുന്നല്ല, പണപ്പെരുപ്പത്തിൻ്റെ റേറ്റ് 5.8. റിയൽ റിട്ടേൺ എന്ന് പറയുന്നത് എഫ് ഡിയിൽ നിന്ന് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 1.1%. ഇതുകൊണ്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശേഷിക്കുന്ന പൈസയുടെ അളവ് ഇത്രേ ഉള്ളൂ. അതേസമയം ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ 2013 9 രൂപ എഫ് ഡിക്ക് ഉണ്ടായിരുന്നു. പണപ്പെരുപ്പം 9.5. നമ്മളൊരു സാധനം വാങ്ങാൻ പോകണമെങ്കിൽ വേറെ കാശ് എടുത്ത് കൊടുത്താലേ സാധനം വാങ്ങാൻ പറ്റും. എന്നിട്ട് അവിടെ റിയൽ റിട്ടേൺ ഇല്ല. അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ ഇതിൻ്റെ സ്ഥാനത്തുള്ള 15, 12, 15, 20 കിട്ടും. അതനുസരിച്ച് നമ്മുടെ റിയൽ റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും. അതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ മ്യൂച്വൽ ഫണ്ട് എഫ് ഡിയിൽ നിന്നുള്ള വ്യത്യാസം. ഇതുണ്ടോ, ഈ പണപ്പെരുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നിശ്ചിത, അത് പെട്ടെന്ന് വർദ്ധിക്കുന്നില്ല. ഈ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ പണപ്പെരുപ്പം കാരണം നമ്മളിങ്ങനെ ഞെരുങ്ങുവാണ്, ആൾക്കാർ ബുദ്ധിമുട്ടുമാണ് ഓരോ ദിവസം ജീവിക്കുന്നത്. സാധനങ്ങളുടെ വില കയറുന്നുണ്ട്. ഇതുണ്ടോ, ഞാനൊരു ബാങ്ക് എഫ് ഡിയും മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്തൊരു ദീർഘകാല 20 വർഷത്തെ ഒരു കമ്പാരിസനാണ് കാണുന്നത്. ബാങ്ക് എഫ് ഡിയിൽ എത്ര കിട്ടും, മ്യൂച്വൽ ഫണ്ടിൽ 20 വർഷമായിട്ട് എത്ര കിട്ടുന്നതാണ്. 10 രൂപ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. മ്യൂച്വൽ ഫണ്ടല്ല, ബാങ്ക് എഫ് ഡി കിട്ടും. അത് 5 വർഷമായപ്പോഴത്തേക്ക് 20 രൂപയായിട്ട് മാറി. അത് 12 വർഷം 54 രൂപയായിട്ട് മാറി. 20 വർഷം 124 രൂപ. അതേസമയം ബാങ്ക് എഫ് ഡി 10 രൂപ കിട്ടും. 5 വർഷം 13 രൂപ കിട്ടും. 12ാമത്തെ വർഷം 20 രൂപ കിട്ടും. 20ാമത്തെ വർഷം എനിക്ക് 32 രൂപ കിട്ടും. ആ സ്ഥാനത്ത് 124 മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ദീർഘകാലത്തുള്ള ഒരു എന്താണ് ബ്യൂട്ടി. മ്യൂച്വൽ ഫണ്ട് സേഫാന്ന് പറയാൻ കാരണം, സേഫ്റ്റി എന്ന് പറയാൻ കാരണം അണ്ടർ റെഗുലേഷൻ, സെബി എന്ന റെഗുലേഷൻ്റെ കീഴിലുള്ളതാണ്. ഇത് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററിന് കീഴിൽ റെഗുലേറ്റ് ചെയ്യാണ്. ലിക്വിഡിറ്റി, നിങ്ങൾ 20 കോടി രൂപ ഇട്ടാലും 1 കോടി രൂപ ഇട്ടാലും നിങ്ങൾക്ക് ഒരു 50 രൂപ 14 രൂപ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് ആ കാശ് എത്തി നല്ല റിട്ടേൺ കിട്ടും. 12% റിട്ടേൺ കിട്ടും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആകർഷണീയത. ഇപ്പം കൂടുതൽ ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിൽ ചേരുവാൻ താല്പര്യപ്പെടും. അതാണ്. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പൗലോസിനിപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചത് സാർ. എനിക്കിപ്പോൾ ഇതിൽ ധാരാളം ക്ലയൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞവരൊക്കെ ഇപ്പോഴും ഇതിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ഇതിൽ ചേർന്നുകൊള്ളാം സാർ.
പിന്നെ എൻ്റെ പരിചയക്കാരെ കൂടിയും ഞാനിതിൽ ചേർത്ത് കൊള്ളാം. എന്നാൽ ശരി പൗലോസ്, നമുക്കിനിയും വീണ്ടും കാണാം. അങ്ങനെ ആവട്ടെ സർ.